അക്കിക്കാവ് സെന്ററിൽ കെ.എസ്.ആർ.ടി.സി ലോ ഫ്ലോർ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ പൂട്ടിക്കിടന്ന കടയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. യാത്രക്കാരുൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാത്രി 10:45 താഴത്തെ അക്കിക്കാവ് സെന്ററിലായിരുന്നു അപകടം. കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ലോ ഫ്ലോർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളം കുമ്പളങ്ങി പന്നാമ്പള്ളി വീട്ടിൽ ജോർജ് പി ജോസഫാണ് മരിച്ചത്. 49 വയസ്സാണ്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ നിന്നും അശ്രദ്ധമായി സംസ്ഥാന പാതയിലേക്ക് കയറിയ കാറിൽ തട്ടാതിരിക്കാൻ ഡ്രൈവർ ബസ് വെട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. നിയന്ത്രണം നഷ്ടമായ ബസ് റോഡരികിലെ പൂട്ടിക്കിടന്ന കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓടിട്ട പഴയ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ബസ്സിനുള്ളിലേക്ക് തകർന്നു വീണു. ബസ്സിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്ന് 1 മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ കോഴിക്കോട് ഫവാസ് വീട്ടിൽ ഐമൻ അക്ബർ, വയനാട് മാരിപ്പോട് സന്നിക, പല്ലൂർക്കാവ് തൂമുക്കൽ സോഫിയ തോമസ്, തൃശൂർ ഒല്ലൂർ ചോൻകുളങ്ങര അഭിനവ് കൃഷ്ണ, കോഴിക്കോട് മുറിക്കൽ ചിറ വിപിൻ എന്നിവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ നാട്ടുകാരായ 3ഓളം പേർക്കും പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഏറെ നേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു.